അപ്പോൾ നമ്മൾ സ്റ്റണ്ട് തുടങ്ങുകയാണ്. ഇനിയും നമ്മളുടെ കേരളം അടക്കമുള്ള രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഒരു ദിവസം കൂടിയല്ലേ എന്ന് വെച്ചാൽ വ്യാഴാഴ്ച പൂർത്തിയാവുകയാണ്. അപ്പോൾ അതിനുള്ള വളരെ വേഗത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കുറേ ദിവസമുണ്ട്, 40 ദിവസമുണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ വേഗത്തിൽ പോവുകയാണ്. അപ്പോൾ നാളെയൊക്കെ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്നു. റോഡ് ഷോ ഉണ്ട്, കോൺഗ്രസിന്റെ ബിജെപിയുടെ റോഡ് ഷോ. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഇങ്ങോട്ട് വരാൻ പോവുകയാണ്, ഇങ്ങോട്ട് വരുന്നുണ്ട്. വലിയ പ്രചാരണ കോലാഹലത്തിലേക്ക് പോകാൻ പോവുകയാണ്. അതെ. അപ്പോൾ SDPI UDF-ന് നൽകിയ ഉപാധിരഹിത പിന്തുണയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലെ മുഖ്യ ഇനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളിൽ മത്സരിച്ച 80,000-ലധികം വോട്ട് നേടിയിട്ടുണ്ട് ഈ പാർട്ടി. മലപ്പുറത്തും പൊന്നാനിയിലും 20,000-ലധികം, ഏതാണ്ട് 20,000-നടുത്ത് വോട്ട് SDPIക്കുണ്ട്. കണ്ണൂർ എത്തുമ്പോൾ അത് 10,000-ന് അടുത്തും ഉണ്ട്. വോട്ട് വേണ്ട എന്ന് ഒരു UDF നേതാവും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആര് തന്നാലും അത് വാങ്ങിക്കും എന്നുകൂടി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പകുതിയിലേറെ മണ്ഡലത്തിലും പിന്തുണ LDF-നായിരുന്നു. അതൊരു കാര്യമാണ്, അതൊരു വസ്തുതയാണ്. ഇന്ന് SDPI വർഗീയ സംഘടന എന്ന് വിശേഷിപ്പിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി എന്നതും മറ്റൊരു രാഷ്ട്രീയ കൗതുകമായി മാറുന്നുണ്ട്. BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ വിശേഷിപ്പിക്കുന്നത് തീവ്രവാദ സംഘടന എന്നുമാണ്. കരുവന്നൂർ കേസിൽ മുൻ MP PK ബിജു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ എന്നിവർക്ക് ED നോട്ടീസ് അയച്ചത് ഈ വൈകുന്നേരമാണ്. കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് അന്വേഷിച്ച CPM കമ്മീഷനിലെ, അതായത് പാർട്ടി കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു ഇരുവരും. അതിനിടെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പുലിവാല് പിടിച്ച ദിവസം കൂടിയാണിന്ന്. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി. ഇലക്ഷൻ സ്റ്റണ്ട്. വെൽക്കം ഇലക്ഷൻ സ്റ്റണ്ട്. അപ്പൊ അങ്ങനെ ചൂടേറിയ വാർത്തകളുണ്ട്. ആ ചൂട് കളയാതെ നമുക്ക് നേരെ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോവാം. തിളച്ചു തോന്നുന്ന ആ വാർത്ത അല്ലേ? ഇലക്ഷൻ ഹോട്ട്. SDPIയെ തള്ളുകയില്ല, കൊള്ളുക തന്നെയാണ് UDF നേതാക്കൾ. SDPയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. വോട്ട് സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറയാതെ പോവുകയും ചെയ്തു. ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു പടി കൂടി കടന്ന് SDPI വർഗീയ സംഘടനയാണ് എന്ന് പറയാനില്ല എന്നാണ് അദ്ദേഹം ഇന്ന് വിശദീകരിച്ചത്. എല്ലാവരുടെയും വോട്ട് വേണമെന്ന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. KPCC അധ്യക്ഷന്റെ ചുമതലയുള്ള MM ഹസനും അതുതന്നെ ഇന്ന് ആവർത്തിച്ചു. SDPIയെ വർഗീയ സംഘടന എന്നു തന്നെ വിശേഷിപ്പിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി പുതിയ സംവാദമുഖം തുറന്നു. നോക്കാം SDPI വോട്ട് എത്രമാത്രം നിർണായകമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെന്ന്. കേരളത്തിൽ ദേശീയ തലത്തിൽ BJP വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിൻ്റെ UDF സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത്. 20 സീറ്റിലും UDF-ന് പിന്തുണ. SDPI ഈ നിലപാട് വ്യക്തമാക്കുമ്പോൾ മണ്ഡലങ്ങളിൽ അത് എങ്ങനെ പ്രതിഫലിക്കും? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 9 സീറ്റിലാണ് മത്സരിച്ചത്. ആ കണക്ക് ഇങ്ങനെ: ആറ്റിങ്ങൽ 5428, ആലപ്പുഴയിൽ പിന്നീട് കൊല്ലപ്പെട്ട KS ഷാൻ നേടിയത് 3593 വോട്ട്, എറണാകുളത്ത് 4309, ചാലക്കുടി 4685, പാലക്കാട് 5746, മലപ്പുറത്താണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ട്. അബ്ദുൾ മജീദ് ഫൈസിക്ക് 19095 വോട്ട്. പൊന്നാനിയിലും മോശമല്ല, അഡ്വക്കേറ്റ് KC നസീറിന് 18114, വടകരയിൽ 5443 വോട്ടും വയനാട് 5424 വോട്ടും. ആകെ 80,076 വോട്ടാണ് SDPIക്ക് കിട്ടിയത്. ജയസാധ്യതയില്ലെന്ന തിരിച്ചറിവുണ്ടായിട്ടും പാർട്ടിക്ക് കിട്ടിയ അടിയുറച്ച വോട്ടാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഇത് തള്ളാൻ UDF നേതാക്കൾ ബുദ്ധിമുട്ടുന്നത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്ന് വരെ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അവർ പല ആളുകളും വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്, പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഇത് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടോടുകൂടിയാണ് നമ്മൾ മത്സരിക്കുന്നത്. SDPI കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പകുതിയിലേറെ മണ്ഡലങ്ങളിൽ പിന്തുണച്ചത് LDF-നെയാണ്. ഇത്തവണത്തെ LDF-നെ ബാധിക്കുമോ എന്ന ചോദ്യം ഉയർന്നാൽ, ഈ SDPI എന്ന് പറയുന്ന തീവ്രവാദ സംഘടന എന്ന് മുദ്രകുത്തപ്പെട്ടിട്ടുള്ള ഒരു സംഘടന, അവരുടെ വോട്ട്, ഞങ്ങളുടെ വോട്ട് കോൺഗ്രസിനാണ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് ഉടനെ തന്നെ പ്രതികരണം ഉണ്ടായി. എന്താ പ്രതികരണം ഉണ്ടായത്? ശ്രീ ഹസൻ പറഞ്ഞു,
ഞങ്ങൾക്ക് ഇങ്ങോട്ട് വോട്ട് തരാമെന്ന് പറഞ്ഞാൽ ആ വോട്ട് വേണ്ട എന്ന് വെക്കാനുള്ള മൗഢ്യമൊന്നും ഞങ്ങൾക്കില്ല. SDPI രാഷ്ട്രീയ ലൈനിലുള്ള ഒരു മാറ്റം കൂടിയാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം. മുസ്ലിം ലീഗിനെ പരമാവധി അസ്ഥിരപ്പെടുത്താൻ പ്രവർത്തിച്ചിരുന്ന സംഘടന ഈ തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥികളെയും പിന്തുണയ്ക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടുന്ന ആ പിന്തുണ ദേശീയതലത്തിൽ ചർച്ചയാക്കുക BJP ആയിരിക്കും. ആ പ്രചാരണ മേഖല ഉത്തരേന്ത്യയും ആയിരിക്കും. ഭീകരവാദ പരിശീലനം വിദേശ രാജ്യങ്ങളിൽ നടക്കം അവർക്ക് പരിശീലനം സിദ്ധിച്ചു എന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ആ ഭീകരവാദ സംഘടനയാണ് കോൺഗ്രസ് പാർട്ടിക്ക് UDFന് ഇപ്പോൾ പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. UDF രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഇപ്പോൾ. അത് രാഷ്ട്രീയ അനിവാര്യതയാകുമ്പോൾ തന്നെ അതിന്റെ ഇരുതല മൂർച്ച നേതാക്കൾ തിരിച്ചറിയുന്നുമുണ്ട്. അബ്ദുൽ നാസർ മദനിക്കൊപ്പം വേദി പങ്കിട്ട CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നൽകിയ ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. അതിലേറെ മാനങ്ങൾ ഉള്ളതാണ് ഇപ്പോഴത്തെ SDPIയുടെ UDF പിന്തുണ, പ്രത്യേകിച്ചും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ. ഇലക്ഷൻ ഡെസ്ക് 24. അപ്പൊ ഇന്നത്തെ ചർച്ചാ വിഷയം SDPI തന്നെയാണ് അല്ലേ? അതെ. ഒരു സംഘടന വരുന്നു, ആ സംഘടനയുടെ പൊളിറ്റിക്സ് എന്താണെന്ന് ഒരുപക്ഷെ ഇന്ന് രാഷ്ട്രീയ കേരളം കൂടുതലായി ചർച്ച ചെയ്തു. ഇതിൽ രസമതല്ല പ്രജിൻ, നേരത്തെ തെരഞ്ഞെടുപ്പിൽ CPMന് LDFന് SDPI പിന്തുണച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം പത്തനംതിട്ട നഗരസഭയിലൊക്കെ SDPI CPM ബന്ധമൊക്കെ വലിയ ചർച്ചയായതാണ്. അന്ന് മുന്നണിയിലെ ഘടകകക്ഷിയായ CPI അതിനെതിരെ രംഗത്ത് വന്നതാണ്. പല തദ്ദേശ സ്ഥാപനങ്ങളിലും CPMഉം നിലനിർത്തുന്നത് ഒരുപക്ഷെ ഈ പിന്തുണക്കെ കൊണ്ടാണ്. അതൊക്കെ വലിയ ചർച്ചയായതാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു മുന്നണിയെ പിന്തുണയ്ക്കുമ്പോൾ ആ പാർട്ടിക്കെതിരെ ആരോപണം ഉയരുമ്പോൾ, എന്നാൽ ആ പാർട്ടിയുടെ പിന്തുണ മുൻകാലങ്ങളിൽ കിട്ടിയ കഥയൊക്കെ മറന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളും ഈ സമയത്ത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാം ഒരു ഇലക്ഷൻ ഗിമിക്സ് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള അല്ലെ അത്തരം പ്രതികരണങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോഴും അങ്ങനെ ഒരു പ്രതികരണം വരികയും അതിന്റെ പിന്നാലെ അതൊരു വലിയ പുലിവാൽ പിടിക്കുകയും ചെയ്തൊരു കാര്യത്തിലേക്കാണ്, ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കാണാം പുലിവാൽ. ആറ്റിൻകരയിൽ വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും അതെ എന്നൊക്കെ ഏത് സ്ഥാനാർത്ഥിക്കും പറയാം. വിജയകുമാർ അങ്ങനെ പറയാമോ? പറയാം, നമുക്കും പറയാം, എന്തും പറയാം. അതെ അതെ. പക്ഷേ ഒരു മന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പൊല്ലാപ്പാകും. അത് ചട്ടം അറിഞ്ഞോ അറിയാതെയോ ഇപ്പോൾ പുലിവാൽ പിടിച്ചിരിക്കുകയാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കോഴിക്കോട് സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിലാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചതായാണ് UDFന്റെ പരാതി. ജില്ലാ കളക്ടർ മന്ത്രിയോട് ഇക്കാര്യത്തിൽ വിശദീകരണവും തേടിയിട്ടുണ്ട്. വേദി കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയം. സ്പോർട്സ് ഫ്രട്ടേണിറ്റി എന്ന സംഘടനയുടെ യോഗം. കോഴിക്കോട് സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചുവെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രസംഗിച്ചുവെന്നാണ് UDFന്റെ പരാതി. ഒന്ന്, വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് കൊടുക്കാൻ പാടില്ല എന്ന ചട്ടം ലംഘിച്ചു. രണ്ട്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ മാൻ ഹാൻഡിൽ ചെയ്തു, തെരഞ്ഞെടുപ്പ് ഭീഷണിപ്പെടുത്തുന്നു. അവർ അരമണിക്കൂർ തടഞ്ഞു വെക്കാൻ അധികാരം ഏത് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ടോ? MP എന്ന നിലയ്ക്ക്, രാജ്യസഭയിൽ MP എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ടോ? XMLA ആയ പ്രദീപിനുണ്ടോ? സ്റ്റേഡിയം ദേശീയ നിലവാരത്തിലോ രാജ്യാന്തര നിലവാരത്തിലോ ആക്കുന്നതല്ല പ്രശ്നം. പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയാൽ അത് വോട്ട് പിടിക്കാനുള്ള ഉപാധിയാകും. UDF ഇങ്ങനെ പരാതിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ മന്ത്രിക്ക് മറുപടിയുണ്ട്. ചെയ്ത കാര്യങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റായാലും എല്ലാവരും സന്തോഷിക്കില്ലേ ചെയ്യേണ്ടത്? ഇതിനൊക്കെ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ എല്ലാവരുടെ അടുത്തും ക്യാമറയും മൊബൈലും ഒക്കെ ഉള്ളതല്ലേ. ഇതിലെന്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയണ്ടെന്ന് അറിയുന്നവരല്ലേ നമ്മളൊക്കെ. പെരുമാറ്റച്ചട്ടമൊക്കെ പാലിച്ചു പോകുന്നവരല്ലേ. ഇതിനിടെ മറ്റൊരു പരാതി കൂടി ഉയർന്നു. മന്ത്രിയുടെ പ്രസംഗം ചിത്രീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധിയെ തടഞ്ഞത് LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ നേതൃത്വത്തിലാണെന്നും UDF ആരോപിക്കുന്നു. പ്രസംഗം ചിത്രീകരിച്ചയാളെ ഏതായാലും വേദിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 7.5 വർഷക്കാലം കോഴിക്കോട് നഗരത്തിലെ റോഡുകളുടെ വികാസം എടുത്ത് പരിശോധിച്ചാൽ ആ റോഡുകളെ മികവുറ്റ റോഡുകളാക്കി മാറ്റാൻ സർക്കാരിന് സാധിച്ചു. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചട്ടം ലംഘിച്ചെന്ന LDFന്റെ പരാതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലുണ്ട്. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനും മന്ത്രി കൃഷ്ണ ബൈരേഗൌഡയ്ക്കും കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. മൈക്കിൽ മാത്രമല്ല, മൈക്കില്ലാതെ മന്ത്രി പറഞ്ഞാലും അതുമതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാൻ. പ്രഖ്യാപനം പഴയതാണെന്ന് തെളിയിച്ചാൽ തന്നെ വേറെയുമുണ്ട് പ്രശ്നം. പരിപാടി ചിത്രീകരിക്കാനെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധിയെ തടഞ്ഞെന്ന പരാതിയിലും മറുപടി പറയേണ്ടി വരും. കോഴിക്കോട് നിന്ന് അരുൺ പൂപ്പറമ്പ, 24. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് മുഹമ്മദ് റിയാസ് മാത്രമല്ല, തോമസ് ഐസക് ഉണ്ടായിരുന്നു, സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം
അച്ചടിച്ച് വീടുകളിൽ എത്തിക്കുന്ന വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് അതിന്റെ വസ്തുതകൾ സംബന്ധിച്ച പരാതിയിൽ ഒരു വിശദീകരണം തേടി എന്ന വിവരം ഇപ്പോൾ വൈകിട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായാൽ ഈ ചട്ടലംഘന പരാതികൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി വരും. അതിലേതൊക്കെ വസ്തുതയുണ്ട്, ഏതൊക്കെ എന്താണ് ഗൗരവമുള്ളതാണ്, ഇല്ലാത്തതാണെന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തുകയും അതിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. 1-2 എണ്ണത്തിൽ താക്കീത് തോമസ് ഐസക്കിന് ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അപ്പോൾ വാക്കിൽ മാത്രമല്ല നോക്കിൽ പോലും അല്ലേ ഒരുപാട് വളരെയധികം ശ്രദ്ധിച്ചു മാത്രമേ സ്ഥാനാർത്ഥികൾക്കും ഒപ്പം തന്നെ മറ്റ് ഈ പറയുന്ന മന്ത്രിമാർക്കും MLA-മാർക്കും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെല്ലാം സംസാരിക്കാൻ പറ്റൂ എന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ ജാഗ്രതയോടെ നോക്കുന്നുണ്ട് ഈ സംഗതികളാകെ. പരാതി കിട്ടിയാൽ അതിൽ വലിയ പരിശോധന ഉണ്ടാകുമെന്നത് ഇതിനോടകം വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയല്ലോ. സ്റ്റേറ്റ് സ്കാൻ. സംസ്ഥാനങ്ങൾക്ക് പുറത്തേക്ക് നമ്മൾ പോകുന്നു. ലോകം ഉറ്റുനോക്കിയ കർഷക സമരത്തിന്റെ പ്രഭവ കേന്ദ്രമായ പഞ്ചാബിലെ ജനവിധി ഇത്തവണ നിർണായകമാണ്. കേന്ദ്രവിരുദ്ധ വികാരം അലയടിക്കുന്ന സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലം ഓപ്പറേഷൻ താമരയ്ക്ക് കൂടി വേദിയാവുകയാണ്. ഇന്ത്യ സഖ്യം ഇല്ലാത്ത സംസ്ഥാനമായ പഞ്ചാബിൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, ശിരോമണി അകാലിദൾ, NDA എന്നിവ തമ്മിലുള്ള ഒരു ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത്. പഞ്ചാബ് ഹരിത വിപ്ലവത്തിന്റെ നാട് ഇക്കുറി ചൂടേറിയ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് വേദിയാകുന്നത്. കർഷക സമരത്തിന്റെ വിളനിലമായ പഞ്ചാബിൽ രാഷ്ട്രീയ വിധി നിർണയിക്കുക ഇത്തവണയും കർഷക വോട്ടുകൾ തന്നെയാകും. ഇത്തവണ പതിവിലും വ്യത്യസ്തമാണ് പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വന്ന അധിനിവേശ ശക്തികളെ എന്നും ആദ്യം എതിരിട്ടവരാണ് പഞ്ചാബി ജനത. ആയുധം അവരുടെ വസ്ത്രത്തിന്റെ ഭാഗമായ ആചാരം തന്നെ അതിനുള്ള സാക്ഷ്യം. സംസ്ഥാനം വിഭജിക്കപ്പെട്ടപ്പോഴുണ്ടായ വിഭവ പ്രതിസന്ധിയെ ഹരിത വിപ്ലവത്തിലൂടെ മറികടന്നു പഞ്ചനദികളുടെ നാട്. കർഷകരാണ് കരുത്ത്. കോൺഗ്രസിന്റെ സർവാധിപത്യത്തിൽ നിന്നാണ് ജനതാ അകാലി രാഷ്ട്രീയത്തിലേക്ക് പഞ്ചാബ് വഴിമാറിയത്. അടിയന്തരാവസ്ഥയോടും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനോടും രാഷ്ട്രീയമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് പഞ്ചാബ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 പഞ്ചാബിൽ നിന്ന് കോൺഗ്രസ് ചിഹ്നത്തിൽ ഒരാൾ പോലും ലോക്സഭ കണ്ടില്ല. സുവർണക്ഷേത്രത്തിൽ നടന്ന ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനു ശേഷം സംസ്ഥാനത്ത് ശിരോമണി അകാലിദൾ രാഷ്ട്രീയത്തിന് വേരോട്ടമുണ്ടായി. 1989 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2 സീറ്റിലേക്ക് ചുരുങ്ങി. ശിരോമണി അകാലിദളുമായി സഖ്യമുണ്ടാക്കി BJP പഞ്ചാബ് രാഷ്ട്രീയത്തിലേക്ക് കടന്നുകയറിയെങ്കിലും 1999-ലും 2009-ലും 2019-ലും കോൺഗ്രസ് സംസ്ഥാനത്തെ വേരുറപ്പ് തെളിയിച്ചു. 2019-ൽ കേരളം കഴിഞ്ഞാൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയ സംസ്ഥാനം പഞ്ചാബാണ്. 8 പേരാണ് ജയിച്ചത്. കാർഷിക നിയമങ്ങൾക്കെതിരെ രാജ്യത്തെ കർഷകർ പടക്കിറങ്ങിയപ്പോൾ മുന്നിൽ നിന്ന് നയിച്ചത് പഞ്ചാബിൽ നിന്നുള്ള കർഷകരാണ്. ഡൽഹി അതിർത്തികളിൽ നടന്ന സമരത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബ് ആം ആദ്മി പാർട്ടി പിടിച്ചെടുത്തു. 2ാം കർഷക പ്രക്ഷോഭത്തിന് ശേഷം ഈ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ പോരാട്ടം ചരിത്രത്തിൽ ഏറ്റവും സങ്കീർണമാണ്. കർഷകരോഷത്തിൽ നിന്ന് രക്ഷ നേടാനായി ശിരോമണി അകാലിദൾ പതിറ്റാണ്ടുകൾ പിന്നിട്ട BJP സഖ്യം അവസാനിപ്പിച്ചു. NDAയിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കുമാണ് 2ാം കർഷക പ്രക്ഷോഭം. അതോടെ ഈ ജനവിധിയെ ഒറ്റയ്ക്ക് നേരിടാനാണ് അകാലിദളിന്റെ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരിപ്പണമാക്കിയ ആം ആദ്മികളുമായി കൈകോർക്കാൻ പഞ്ചാബ് കോൺഗ്രസ് തയ്യാറല്ല. നിയമസഭയിലേതുപോലെ ഒറ്റയ്ക്ക് തൂത്തുവാരാം എന്ന ആത്മവിശ്വാസമുള്ളതിനാൽ ആം ആദ്മി പാർട്ടിയും സഖ്യത്തിന് തയ്യാറല്ല. അതിനാൽ പഞ്ചാബിൽ ഇത്തവണ ഇന്ത്യ സഖ്യമില്ല. 38% വരുന്ന പഞ്ചാബി ഹിന്ദു വോട്ടുകളിലാണ് BJPയുടെ പ്രതീക്ഷ. കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അടക്കമുള്ള നേതാക്കളിലൂടെ ജാട്ട് സിഖ് വോട്ടുകളിൽ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താമെന്നാണ് കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഓപ്പറേഷൻ താമര ഏറ്റവും സജീവമായ സംസ്ഥാനമാണ് പഞ്ചാബ്. ആം ആദ്മിയുടെ ജലന്ധർ MP സുശീൽ കുമാർ റിങ്കു, ജലന്ധർ വെസ്റ്റ് MLA ശീതൾ അങ്കുറലു, കോൺഗ്രസ് MPമാരായ പ്രണീത് കൗർ, രവനീത് സിംഗ് ബിട്ടു തുടങ്ങിയ പ്രമുഖരടക്കം ഇതിനകം BJP പാളയത്തിൽ എത്തിക്കഴിഞ്ഞു. ആ ഒഴുക്ക് തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് അവസരമാക്കി കർഷക സംഘടനകൾ സംസ്ഥാനത്ത് BJPക്കെതിരെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്രവിരുദ്ധ വോട്ടുകളിൽ കണ്ണുനട്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും. എന്നാൽ ചതുഷ്കോണ പോരാട്ടത്തിൽ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകുമ്പോൾ മുതലെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് BJP. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ഇതാണ് പഞ്ചാബിലെ രാഷ്ട്രീയ കാഴ്ച, രാഷ്ട്രീയ കാലാവസ്ഥ. അവിടെ
കൂടുതൽ ആളുകൾ ആം ആദ്മി പാർട്ടിയിൽ നിന്നൊക്കെ BJP-യിലേക്ക് എത്തുന്നുണ്ട്. അത് എന്തിന്റെയെങ്കിലും ഒക്കെ സൂചനയാണോ എന്നൊക്കെയുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യും. ഇത്തവണ അവിടെ ഒരു സഖ്യം ഉണ്ടാക്കുന്ന പ്രതീക്ഷ NDA അല്ലെങ്കിൽ BJP ശിരോമണി അകാലിദൾ അത് അലസിപ്പിരിക്കുകയായിരുന്നു ചർച്ചകളെല്ലാം തന്നെ. 4 സീറ്റാണെന്ന് തോന്നുന്നു അവിടെ BJP ആവശ്യപ്പെട്ടത് അല്ലേ? അത് ഒരു പക്ഷേ കൂടുതൽ MP-മാരുണ്ടാവുകയാണെങ്കിൽ NDA പിന്തുണയ്ക്കാം എന്നൊരു ഒരു ഉറപ്പ് ആ മട്ടിൽ ശിരോമണി അകാലിദളിൽ നിന്ന് BJP-ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമുക്കറിയില്ല എന്തായാലും ചില ചർച്ചകൾ നടന്നിരുന്നു ആ രണ്ട് പാർട്ടികൾക്കിടയിലും. ചതുഷ്കോണ മത്സരം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. അതെ, കണ്ടതും കേട്ടതും. അങ്ങനെ എല്ലാ വിവാദങ്ങൾക്കും ഒടുവിൽ പ്രചാരണത്തിൽ സജീവമാവുകയാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം. ഉമ്മൻചാണ്ടിയുടെ മക്കൾ BJP-യിലേക്ക് പോകുമെന്ന് അഭ്യൂഹം പ്രചരിച്ച സാഹചര്യത്തിലാണ് കുടുംം ഒറ്റക്കെട്ടായി പ്രചാരണത്തിനിറങ്ങുന്നത്. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് കെട്ടിവെക്കാനുള്ള തുക കുടുംബത്തിൽ നിന്നും കൈപ്പറ്റി ആരും BJP ആക്കാൻ വരേണ്ടെന്ന് ചാണ്ടി ഉമ്മൻ 24-നോട് പറയുകയും ചെയ്തു. കോൺഗ്രസിനും UDF-നും ഒപ്പം ഉറച്ചു നിൽക്കുമെന്ന അടിവരയിട്ട് പറയുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കുടുംബം. BJP-യിലേക്ക് പോകുമെന്ന എതിരാളികളുടെ ആരോപണം ഒറ്റക്കെട്ടായി തന്നെ ചെറുത്തു തോൽപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രചാരണത്തിൽ ഇനി മുതൽ സജീവമായി കുടുംബമുണ്ടാകും. ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് തീരുമാനമെന്ന് മറിയാമ്മ ഉമ്മൻ. കുടുംബമായിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചത് എൻ്റെ പിള്ളേരെ കുറിച്ചുള്ള ഒരു ദുഷ്പ്രചരണം അങ്ങനെയല്ല എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം, ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ്. ഇപ്പം എനിക്ക് ഉമ്മൻചാണ്ടി പ്രസൻസ് എനിക്ക് അല്ലാത്തൊരു വിഷമമാണ്, ശൂന്യതയുണ്ട്. ആ ശൂന്യത നികത്തണം. എനിക്ക് ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഒരു വികാരമാണ്, അതൊന്ന് ഉണർത്തണം. അച്ഛനെ ശ്രീരാമനെന്ന് വിളിച്ചതിന്റെ പേരിൽ തന്നെ BJP ആക്കാൻ ആരും വരേണ്ടെന്ന് ചാണ്ടി ഉമ്മനും 24-നോട് പറഞ്ഞു. പത്തനംതിട്ട ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിലെത്തും. ഞാൻ എൻ്റെ പിതാവിനെ ശ്രീരാമൻ എന്ന് പറഞ്ഞതാണ് എന്നെ BJP-യിലേക്ക് പറയുന്ന കാര്യം. ഇതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ 1000 തവണ അദ്ദേഹത്തെ ശ്രീരാമൻ എന്ന് പറയും, യാതൊരു സംശയവുമില്ല. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എന്ത് വിളിച്ചോ അതാണ് എനിക്ക് അദ്ദേഹം. എല്ലായിടത്തും ഉണ്ട്. ഞാൻ 20 മണ്ഡലങ്ങളും കവർ ചെയ്തിരിക്കും. പത്തനംതിട്ട പലതവണ പോയി, 2 പ്രാവശ്യം പോയി കഴിഞ്ഞു. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുകയും ഉമ്മൻചാണ്ടിയുടെ കുടുംബം തന്നെ നൽകി. പ്രിയപ്പെട്ട മറിയമ്മ ചേച്ചി, UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്ക് ഈ ഡെപ്പോസിറ്റ് എമൗണ്ട്, തെരഞ്ഞെടുപ്പിന് നമ്മളൊരു തുക കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്. ആ ഡെപ്പോസിറ്റ് എമൗണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ, അദ്ദേഹം സ്ഥിരമായി വന്നു പോയിരുന്ന അദ്ദേഹത്തിന്റെ ഇടവക ദേവാലയത്തിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ കബറിടത്തിൽ വെച്ച് തന്നെ ആ തുക കൈമാറിയുണ്ടായി. പുതുപ്പള്ളിയിലെ വിവിധ കൺവെൻഷനുകളിലാണ് കുടുംബത്തിന്റെ സാന്നിധ്യം ആദ്യമുണ്ടാകുക. പിന്നാലെ മറ്റ് മണ്ഡലങ്ങളിലെ പ്രചാരണങ്ങളിലും സജീവമാകും. വീട് കയറി വോട്ട് ചോദിക്കാനും ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഉണ്ടാകും. ടോബി ജോൺസൺ, 24, കോട്ടയം. എന്താണ് വോട്ടിന്റെ വില? നമുക്ക് ഒരു സെഗ്മെന്റിലേക്ക് പോകുന്നു. വോട്ടിന്റെ വില. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ തീരദേശ ജനതയെ അവഗണിച്ച് സ്ഥാനാർത്ഥി നിർണയം പോലും സാധ്യമല്ല. ഇത്തവണ പക്ഷേ അവർ കടുത്ത അതൃപ്തിയിലാണ്. കടലുകയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പൂർണ്ണമായും പരിഹാരം കാണാൻ സാധിക്കാത്തതാണ് ആ അതൃപ്തിക്ക് കാരണം. വികസന മുരടിപ്പ് എങ്ങനെ എറണാകുളത്തെ തീരദേശ മേഖലയുടെ വോട്ടുകളെ സ്വാധീനിക്കുമെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് കൊച്ചി, വൈപ്പിൻ നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള തീരദേശ മേഖലയാണ്. സാമുദായിക അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ലത്തീൻ വോട്ടുകൾ. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെല്ലാം ലത്തീൻ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടിട്ടുള്ളത് UDF-ൽ എന്നാണ് ഫലസൂചനകൾ നൽകുന്ന വിവരം. എന്നാൽ ഇത്തവണ ഇടതുപക്ഷവും UDF-ഉം 2020-യുമെല്ലാം അണിനിരത്തുന്നത് ഒരേ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ. BJP സ്ഥാനാർത്ഥിയാകട്ടെ ധീവര സമുദായ അംഗവും. ആ സാഹചര്യത്തിൽ തീരദേശ മേഖലയിലെ വോട്ടുകൾ എവിടെ ഏകീകരിക്കപ്പെടുമെന്നുള്ളത് മുന്നണികൾക്ക് പോലും ഇത്തവണ കാര്യമായ ധാരണയില്ല. മൂലമ്പിള്ളി പാക്കേജ് മുതൽ കണ്ണമാലിയിലെ കടലുകയറ്റം വരെ നീളുന്നു എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ തീരദേശ ജനതയുടെ ദുരിതം. കടല് കയറുന്നതിനാൽ കണ്ണമാലിയിലെ ജനങ്ങൾക്ക് എല്ലാ ദിവസവും അതിജീവനത്തിൻ്റെതാണ്. ചെല്ലാനം മാതൃകയിൽ ടെട്രാപോഡുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതിയുടെ 2ാം ഘട്ടം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അടുത്ത മഴയിൽ കടൽ ആർത്തലച്ചെത്തിയാൽ പലരുടെയും വീട് നിലം പതിക്കും. ചെല്ലാനം മുതൽ പുത്തൻതോട് വരെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് പുത്തൻതോട് മുതൽ CMS വരെ പാസ്സായെന്നും പറഞ്ഞ് എല്ലാ രാഷ്ട്രീയക്കാരും, ഇന്ന് രാഷ്ട്രീയക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും ഇത്ര കോടി രൂപ പാസ്സായിട്ടുണ്ട്, നവംബറിൽ തുടങ്ങും, ഡിസംബറിൽ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് പറഞ്ഞ് പോസ്റ്റർ മുതലായി അടിച്ചാണ്.
അതുകൊണ്ട് ഇപ്പോൾ വരക്കും ഇതുവരക്കും തിരിയാട്ടില്ല. ഒരുപാട് കല്ലുകളെല്ലാം മണ്ണോട് അടിഞ്ഞ് കിടക്കുകയാണ്. ഒരു ചെറിയ കടലിൽ വന്നാൽ കയറി ഇറങ്ങി അങ്ങോട്ട് പോകും. പിന്നെ മണ്ണ് കയറണ ദുരിതം. ഈ മണ്ണെല്ലാം കയറി നമ്മുടെ മുറ്റത്ത് വന്ന് നമ്മ അണ്ണന്മാരെ നിർത്തി മണ്ണ് ഈ വാടയിലേക്ക് അടുപ്പിച്ച് അങ്ങനെ കുറേ നഷ്ടങ്ങൾ വരും. സർക്കാരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. അവർ നമ്മളെ തിരിഞ്ഞു പോലും ഇപ്പോഴും നോക്കിയിട്ടില്ല. ഒരു പാർട്ടിക്കാരും നോക്കിയില്ല. വോട്ട് ചോദിച്ചെത്തുന്നവർക്കും ചില മുന്നറിയിപ്പുകളുണ്ട്. തങ്ങളെ ഇനിയും പറഞ്ഞു പറ്റിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന്. നമ്മൾ ജനങ്ങളുണ്ടെങ്കിലല്ലേ വോട്ടുണ്ടാവുള്ളൂ. ജനങ്ങളില്ലെങ്കിൽ വോട്ട് കിട്ടൂലല്ലോ. ജനങ്ങളവർ താങ്ങാനുള്ളതും പിന്താങ്ങാനുള്ളതും അവർ നോക്കി നമ്മളെ പ്രവർത്തിക്കണം. ഇനി വോട്ടുകാർ വോട്ട് വന്ന് ചോദിച്ച് വോട്ട് ചെയ്ത് എവിടെ പോകാൻ ഞങ്ങൾ ഒരു വോട്ടിനും മനിയില്ലെന്ന് പറഞ്ഞ് എനിക്ക് നടന്ന് വരാനും പാടില്ല, വോട്ടിനും മനിയില്ല, എനിക്ക് ഒന്നും ചെയ്തും തരണ്ട, നിങ്ങളുടെ കാര്യം. അപ്പോൾ അവർ ചിരിച്ചിട്ടുണ്ട്, അവരങ്ങോട്ട് പോയി. തീർന്നില്ല. 1 വർഷമായി പൊളിച്ചിട്ട തോപ്പുംപടി ഹാർബർ നവീകരണം ഇഴയുകയാണ്. അതിനാൽ വലിയ ബോട്ടുകൾ എത്തുന്നില്ല. മത്സ്യത്തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിൽ. വ്യവസായ നഗരത്തിനാകെ മുതൽക്കൂട്ടാകേണ്ട പശ്ചിമ കൊച്ചിയുടെ ടൂറിസം വികസനങ്ങളും കടലാസിലൊതുങ്ങി. അക്കമിട്ട് നിർത്താൻ വികസന മുരടിപ്പുകൾ ഇനിയുമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന എറണാകുളത്തെ തീരദേശ ജനതയുടെ മനസ്സിൽ ഉണ്ടാകുമെന്ന മുന്നണികൾ ഓർക്കണം. കടലേറി ഒഴുകാൻ നേരത്ത അല്ലെങ്കിൽ മഴ വന്ന് വെള്ളം പൊങ്ങാൻ നേരത്ത ഞങ്ങൾക്ക് അവരുടെ ചോറും പൊതിയല്ല ആവശ്യം. ഞങ്ങൾക്ക് വേണ്ടത് ഇതാണ്. ഈ സേഫ്റ്റി ആയിട്ടുള്ള ഞങ്ങൾക്കൊരു ജീവിതം കിട്ടണം. പിന്നെ എന്തിനാ ഈ തീരദേശത്ത് ഈ വോട്ട് തിരക്കി വന്നത്? എന്തിനു മന്നി? നാണം കൊണ്ടെങ്കിൽ വരുമാ? പതിവ് രീതികളില്ല. തങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ആര് പരിഹാരം കാണുന്നുവോ അവർക്കാണ് വോട്ടെന്ന് അടിവരയിട്ട് പറയുകയാണ് എറണാകുളത്തെ തീരദേശ ജനത. 24 കൊച്ചി. അപ്പോൾ എറണാകുളത്ത് ആ തീരമേഖല അവിടുത്തെ വോട്ടുകൾ ഒരു പ്രധാനപ്പെട്ട സ്വാധീനമായിട്ടുണ്ടല്ലേ? തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഈ തീരദേശ മേഖല ആകെ ചില സമയങ്ങളിൽ ഒറ്റ തീരുമാനം എടുത്തു കളയും. ഒരു തെരഞ്ഞെടുപ്പിനെ ആകെ സ്വാധീനിക്കുന്നതായിരിക്കും ആ തീരുമാനം. അങ്ങനെ എടുത്ത ചരിത്രം നമ്മളുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷേ വർഷങ്ങളായി അനുഭവിക്കുന്ന അവിടുത്തെ ദുരിതങ്ങൾ, പ്രത്യേകിച്ച് കടലേറ്റവും കടലാക്രമണ ഭീഷണിയും അത് ഇങ്ങനെ തുടർന്നേ പോവുകയാണ്. എല്ലാ ഇലക്ഷൻ സമയത്ത് അല്ലെങ്കിൽ എല്ലാ മഴക്കാലത്തും വളരെ നിർണായകവുമാണ് തീരദേശ മേഖല. കേരളത്തിലെ ഈ വോട്ട് ബാങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവിടുത്തെ അതൃപ്തിയും തൃപ്തിയും ഒക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഈ ദിവസങ്ങളിൽ കടലേറ്റം ഉണ്ടായപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ പോയി പലരെയും അവിടെ ഓടിച്ചു വിട്ടു, അങ്ങനെ പറയാവുന്ന മട്ടിലായിരുന്നു അവരുടെ പ്രതികരണം. അല്ലെ, ആലപ്പുഴയിലും ചെന്നിത്തല അടക്കം പ്രേമേന്ദ്രന്റെ പ്രശ്നമുണ്ടായി, പലയിടത്തും അത്തരം പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ നമ്മൾ സന്തോഷ് കുമാർ ലക്ഷ്മണൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇടവേള പറയുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല. അപ്പോൾ ഒരു നിർദ്ദേശമാണ്. വിജയകുമാറിനൊക്കെ ഒരു പക്ഷെ അത് സ്വീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ചെലവ് ചുരുക്കിയാൽ ഇടവേള ചുരുക്കാൻ പറ്റും. ആവശ്യമുള്ള ന്യൂസ് പങ്കുവെച്ച് മുന്നോട്ട് പോകാം. അതായത് നമ്മുടെ കഞ്ഞിയിൽ പാറ്റയിടുക, ആവശ്യമുള്ള ന്യൂസ് നമ്മൾ പങ്കുവെക്കുന്നുണ്ട് അല്ലേ, അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ബാക്കി നമ്മൾ ചെലവ് ചുരുക്കിയാൽ ഇടവേള ചുരുക്കാൻ പറ്റുന്ന പറയുന്നത്. ചുരുക്കണം, ഇടവേള ചുരുക്കണം. വിജയകുമാർ പറ. നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്ന വിഷയമല്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. കവലപ്രസംഗം. മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ച് UDF കൺവീനർ നടത്തിയ MM ഹസൻ നടത്തിയ പരാമർശമാണ് ഇന്നത്തെ കവലപ്രസംഗത്തിൽ. ഇന്ത്യ സഖ്യത്തിന്റെ ഡൽഹി സമരത്തിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ കിടന്നുറങ്ങി എന്നായിരുന്നു MM ഹസന്റെ ആരോപണം. പ്രധാനമന്ത്രിയെ പോലെ പിണറായി വിജയനും പ്രധാന വിഷയം പൗരത്വ നിയമമാണെന്നും കേരള ഗീബൽസായാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതെന്നും MM ഹസൻ ആരോപിച്ചു. കേൾക്കാം കവലപ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ. കേജ്രിവാൾ ജയിലിലായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഷിബു സോറൻ ജയിലിലാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ പങ്കെടുത്തു. മുഖ്യമന്ത്രിക്ക് പേടിയില്ലെങ്കിൽ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ പേരിൽ ഈ ED കേസെടുത്തത് രാഷ്ട്രീയ പ്രതികാരമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദൻ മാഷേ, ശ്രീ പിണറായി വിജയൻ, നിങ്ങൾക്ക് വീണ വിജയനെങ്കിലും അവിടെ ഈ കേജ്രിവാളിന്റെ ഭാര്യയോടും ഷിബു സോറന്റെ ഭാര്യയോടൊപ്പം ആ വേദിയിൽ പോയി ഒന്ന് പങ്കെടുക്കാൻ പറഞ്ഞുകൂടായിരുന്നോ? അപ്പൊ മുഖ്യമന്ത്രിക്കും ഭയമില്ല, പിണറായി വിജയനും ഭയമില്ല. മാസപ്പടി അഴിമതി കേസിൽ ED അന്വേഷണം നേരിടുന്ന മകൾക്കും ഭയമില്ല. എന്താണ് മുഖ്യമന്ത്രി എപ്പോഴും പറയും, എന്റെ മടിയിൽ കനമില്ല, വഴിയിൽ ഭയമില്ല. മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമാണ്, അതുകൊണ്ടാണ് വഴിയിൽ ഭയം. ഡൽഹിയിൽ നടന്ന റാലിയിൽ 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്, അവർ പോയില്ല. ജയിലിൽ കിടന്നാൽ പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ ജയിലിലില്ലാതെ, ജയിലഴി എണ്ണാതെ സുഖമായിട്ട് ഈ ക്ലിഫ് ഹൗസിലെ AC റൂമിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്.
അദ്ദേഹം പോയോ? ഇന്ത്യ സഖ്യത്തിൽ അദ്ദേഹത്തിന് പോകാൻ ബാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? ആ വേദി നിങ്ങളെ സൂക്ഷിച്ചു നോക്കണം. അവിടെ സീതാറാം യെച്ചൂരി ഇരിക്കുന്നു, അവിടെ ഇരിക്കുന്നു CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ. ആ വേദിയിൽ അദ്ദേഹം എന്തുകൊണ്ട് പോയില്ല? EDയെ പേടിയില്ലാത്ത ഒരേ ഒരു BJP ഇതര മുഖ്യമന്ത്രിയെ ഇന്ത്യയിലുള്ളൂ, അത് ശ്രീ പിണറായി വിജയൻ മാത്രം. അവിടെ പോയാൽ പിടിച്ചിടുമെന്നല്ല, EDയെ പേടിയില്ല. ഈ പിണറായി നരേന്ദ്ര പ്രധാനമന്ത്രിയെ പോലെ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം അദ്ദേഹത്തിന് പൗരത്വ നിയമമാണ്. പൗരത്വ നിയമത്തിൽ BJP എതിർക്കാനല്ല മുഖ്യമന്ത്രി കൂടുതൽ ശ്രദ്ധിക്കുന്നത്, കോൺഗ്രസിന്റെ ഒളിച്ചുകളി. കോൺഗ്രസ് ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമല്ല. നമ്മളെയാണ് കുറ്റപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഹിറ്റ്ലറുടെ പ്രചാരകരായിരുന്ന ഗീബൽസ്, ആ ഗീബൽസിന്റെ ഒരു കേരള അവതാരമായി, ഒരു ജൂനിയർ ഗീബൽസായി പിണറായി കേരള ഗീബൽസ് ആയിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്. BJPയും CPM-ഉം തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. അത് ഈ നമ്മുടെ LDF കൺവീനർ അദ്ദേഹത്തിന് നല്ല തടിയുണ്ടെന്നേ ഉള്ളൂ, അദ്ദേഹത്തിന് ബുദ്ധി വളരെ കുറവാണെന്നാണ് അവരുടെ നേതാക്കൾ പറയുന്നത്. അദ്ദേഹം തുറന്നു പറഞ്ഞു, ഇവിടെ മത്സരം LDF-ഉം BJPയും തമ്മിലാണ്. പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയൊക്കെ തിരുത്തി. ഒരു അന്തർധാരയുണ്ട്, അതാണ് കാരണം മുഖ്യമന്ത്രിക്ക് പേടിയില്ലാത്തത്. മൈക്ക് കാണാം. നവപ്രചാരണങ്ങളും ചർച്ചകളും തകൃതിയായി നടക്കുമ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടർമാർക്കും ചിലത് പറയാനുണ്ട്. കാണാം മൈക്ക്. ചർച്ചയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വികസനത്തെ പറ്റിയും വിലക്കൂട്ടത്തെ പറ്റിയൊക്കെയുള്ള ചർച്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതും വലതും ആണല്ലോ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം BJP വരുമ്പോൾ ശക്തമായി ഇപ്പം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇപ്പം ഈ ആലപ്പുഴ സംബന്ധിച്ചെന്ന് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ നല്ല രീതിയിൽ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ KC വേണമെങ്കിൽ കൊണ്ടുപോകും. ആലപ്പുഴ KC ജയിക്കും എന്നുള്ള 100 വട്ടം ഉറപ്പാണ്. ആര് ഭരിച്ചാലും കണക്ക് തന്നെ, ഒന്നും പറയാൻ പറ്റില്ല. 3 പേര് ഒരേ രീതിയില്ല, നമുക്കൊന്നും പറയാതെ ജനങ്ങളെ ഇരിക്കുന്ന കയ്യിലിരിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പാർട്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ അധികാരത്തിൽ ഭൂരിപക്ഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആലപ്പുഴയിൽ നമ്മളുടെ LDFൻ്റെ സ്ഥാനാർത്ഥി വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കും. എല്ലാവരുടെയും ആഗ്രഹം എന്ന് വെച്ചാൽ ഈ കേന്ദ്രത്തിലോട്ട് പോകാൻ സാധ്യതയുള്ളത് പിന്നെ ശോഭാ സുരേന്ദ്രനാണെന്ന്. അവരെ വിടണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം. പിന്നെ വോട്ട് ശതമാനം കേസ് നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു സംശയമുള്ളത്. KC വേണുഗോപാൽ ഇല്ലെങ്കിൽ അല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവർ ജയിക്കുന്നുള്ള ഇവിടുത്തെ ഒരു ചർച്ച. ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്, ഇപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിലവിൽ ഇപ്പോൾ പഴയ ഇടതുപക്ഷ സർക്കാർ ഇപ്പം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയെപ്പറ്റി വെച്ചാണെങ്കിൽ ഇവിടെ വേണുഗോപാലല്ല വേറെ ആരും ജയിക്കുകയില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി സ്ഥാനാർത്ഥി വൻപിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും. കേരളത്തിൽ നിലവിൽ കോൺഗ്രസിനുള്ളതിനേക്കാൾ കോൺഗ്രസിൻ്റെ സീറ്റ് കുറയുകയും ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾ എല്ലാം ജയിക്കും. ആലപ്പുഴയിൽ ആരിഫിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം അതിനേക്കാളും ഇരട്ടിയാകും. യെസ്, അപ്പോൾ ഇന്നത്തെ ഇലക്ഷൻ സ്റ്റണ്ട് ഏതാണ്ട് പൂർത്തിയാവാൻ സമയമായിട്ടുണ്ടല്ലേ? അതെ, അപ്പോൾ ആലപ്പുഴയിലെ വോട്ടർമാർക്ക് പറയാനുള്ളത് കൂടി കേട്ടതുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. വിജയകുമാർ ഒരു കാര്യം ചെയ്യാം. ഇന്നിപ്പോ നേരത്തെ വിജയകുമാർ എന്നോടും ചോദിച്ചു, ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ പതിവ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നാളത്തെ കുറിച്ച് ചോദ്യം ഇന്ന് ചോദിച്ചാലോ? നാളെ കണ്ടുപിടിച്ച് വന്നാൽ മതി, ധാരാളം സമയമുണ്ടല്ലേ? ഒരുപാട് സമയമുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പ്രക്ഷേപണം ചെയ്ത സംപ്രേഷണം ചെയ്ത ഒരു പ്രത്യേക സ്റ്റോറി ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ധനമന്ത്രിമാരുടെ, അതായത് കേരളവുമായി ബന്ധമുള്ള 2 ധനമന്ത്രിമാരുടെ കാര്യങ്ങൾ പറഞ്ഞു. നെഹ്റു മന്ത്രിസഭയിലുണ്ടായ ധനമന്ത്രിമാർ. അതിൽ രണ്ടാമത്തെ ആൾ ജോൺ മത്തായി ആയിരുന്നു. ഞാൻ ചോദിക്കാൻ പോകുന്നത് മറ്റൊരു മത്തായിയെ കുറിച്ചാണ്. ആ മത്തായിക്കും നെഹ്റുവുമായി ഒരു ബന്ധമുണ്ട്. ആരാണ് ആ മത്തായി? ആ മത്തായി എഴുതിയ ഒരു പുസ്തകം കൂടിയുണ്ട്, അത് വളരെ ഫേമസ് ആണ്. നെഹ്റുവിനെ കുറിച്ച് എഴുതിയ പുസ്തകം തന്നെയാണ്. അപ്പോൾ നെഹ്റുവുമായി ബന്ധമുള്ള ആ മത്തായി ആരാണ്? ആ മത്തായി രചിച്ച പുസ്തകം ഏതാണ്? ജോൺ മത്തായി അല്ല, അത് മറ്റൊരു മത്തായിയാണ്, പക്ഷേ നെഹ്റുവുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ഇതാണ് ചോദ്യം. അപ്പോൾ അതിന്റെ ഉത്തരം പ്രേക്ഷകർ പറയട്ടെ.